ഈ ലഹരി ഇവിടെ കുറച്ചുകൂടെ കൂടാൻ കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വന്നതുകൊണ്ടാണ്. നമ്മുടെ ലഹരി ഉൽപ്പന്നത്തിനെ കുറിച്ചിട്ട് ഉപയോഗത്തെക്കുറിച്ചും നമ്മുടെ വേൾഡ് വൈഡ് കുണ്ടന്റെ കുറിച്ച് വാക്ക് കേട്ടോക്കെ അല്ലേ? ഈ ലഹരി ഇവിടെ കുറച്ചുകൂടെ കൂടാൻ കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടുകാർക്ക് എടുക്കാനുള്ള ജോലികൾ ഇത് കുണ്ടം പറഞ്ഞിട്ടില്ല, നമുക്ക് ആർക്കും അറിയില്ല, അറിയാത്തൊരു കഴിവാണ്. വന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാർക്ക് എടുക്കാനുള്ള ജോലികൾ എവിടെയുള്ളൂ. ഇപ്പൊ ഒരിക്കൽ കൂടെ നമ്മുടെ നാട്ടുകാർക്ക് എടുക്കാനുള്ള ജോലികൾ എവിടെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആൾക്കാർ പറയും നമുക്ക് നാട്ടുകാർക്ക് ചെയ്യാനുള്ള ജോലികൾ ഒരു 2 തൂമ്പയും ഒരു മടാളും കൊടുവാളും പിന്നെ ഒരു പിച്ചാത്തി പിന്നെ കട്ടപ്പാര ഇതൊക്കെ പാടെ ഇവനക്ക് കൊടുക്കണേ. ഇവൻ ഈ മേക്കപ്പൊക്കെ ഇട്ട് ഊരി വെച്ചിട്ട് ആ പഴയ പോലെ തന്നെ ആ ട്രൗസർ നിക്കറൊക്കെ ഇട്ടിട്ട് ആണായിട്ട് വന്നിട്ട് അവൻ കളക്കട്ടെ, അവൻ ചെയ്യുമല്ലോ. ഈ പെണ്ണിന്റെ വേഷം കെട്ടി നടക്കണ ഈ കുണ്ടനായി പറയുന്നത് എങ്ങനെ എടുക്കാം? എന്തപ്പം പറയുന്നത്? സത്യത്തിൽ ഇവ അടിച്ച സാധനം ഏതാന്ന് കണ്ടുപിടിക്കണം. ഇവനെ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? എന്നിട്ട് ദുബായിൽ ഞാൻ ഇവിടെ നല്ല ലക്ഷറായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, പല ആൾക്കാർ ദുബായിൽ നല്ല കാട്ട പണി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പണി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നവർ ദുബായിൽ കാട്ട പണി എടുത്തോണ്ടാണ് അവരുടെ ഡീസന്റ് ആയിട്ട് ജീവിക്കുന്നത്. ഇജ്ജ് എന്താ ചെയ്തിരുന്നു? ഹലോ മോളെ, നിനക്ക് വേണ്ട ആ സാധനം ടിക്ടോക്കിൽ ആര് വേണം നിനക്ക് പറഞ്ഞു, ഞാൻ സെറ്റാക്കി തരാം. നീ മറ്റേ മാമാപണി എടുത്തിട്ടല്ലേ നായി ജീവിച്ചത്? ഓരോ വോയിസും തെളിവിന്റെ കയ്യിലുണ്ട്. പിന്നെ നാറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒരു പണിക്ക് ഒതുങ്ങിക്കോ അല്ലേ? ഞാൻ അടുത്തത് കേൾക്കാം. ആ പണി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ഇവിടെ ഉണ്ടാവും. നമ്മുടെ മക്കളെയും ഭാര്യനെയും മക്കളെയൊക്കെ നോക്കി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. മക്കളെയും ഭാര്യനെയൊക്കെ നോക്കി നിൽക്കാം. എന്നിട്ട് എൻ്റെ നായി അണക്ക് കല്യാണം കഴിച്ചു തന്നിട്ട് ഇജ്ജെൻ്റെ അഴിമ തൊടാതെ പോയിട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയുള്ളൂ. അതിൽ വേണ്ട മാതിരി ഉപയോഗിച്ചിട്ട് പിന്നെ ഇജ്ജ് മാറി നടന്നല്ലോ. പിന്നെ ഒരു മഞ്ഞ ചുരിദാർ ഒരു മറ്റേ പ്രോപ്പർട്ടി ചേച്ചി തന്നപ്പോൾ ആ പ്രോപ്പർട്ടി ചേച്ചിയുടെ മഞ്ഞ ചുരിദാർ ഇട്ടിട്ട് മാറി നിന്ന് അവർ പിന്നാലെ ദുബായില് ബാരാന നേരനെ ഇവിടെ എന്നും പറഞ്ഞിട്ട് ഭാഗമായിട്ട് നടന്നിരുന്ന നായിക്ക് ഇജ്ജ് ആരോടെ ജി പറയുന്നത്? ഇവിടുത്തെ ലഹരിനെക്കാട്ടിലും ഏറ്റവും വലിയ പോയിസാണ് ഈ കോലത്തിൽ നടക്കുമ്പോൾ മക്കൾ കണ്ടു പേടിക്കണ. അതാണ് മക്കൾ വഴിതെറ്റിപ്പോണ്ട്. കുറേ ചെറിയ മക്കൾ ഇതുപോലെ ആവണം എന്ന് വിചാരിച്ച് നടക്കണോട്ടുണ്ട്. എന്താ ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് പെരുമ്പാവൂരല്ല ക്ലിയർ ആക്കേണ്ടത്, ആദ്യം അന്നെ ക്ലിയർ ആക്കേണ്ടത്. എന്നിട്ട് അവൻ വന്നിട്ട് പറയാം കാട്ടാ പണിയെടുത്തിട്ട് തന്നെ സുഖമായിട്ട് അവിടെ ജീവിക്കണത്. ഇവിടെ നല്ല പണിയുണ്ട്, നല്ല വെയിലാണ്, 50 ഡിഗ്രി ചൂട് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇനി അടുത്ത മാസം ഒന്നും കൂടി കൂടും, 64 ഡിഗ്രി വരെ ചൂട് വരും. ആ ചൂടും കൊണ്ട് പേറിയിട്ട് തന്നെയാണ് നാട്ടിൽ വന്ന് രാജാവായിട്ട് നിൽക്കണത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ജോലി ചെയ്യണ്ട. എൻ്റെ മാതിരി കൂട്ടിക്കൊടുപ്പും അല്ലെങ്കിൽ കൊമ്പിട്ട് നിന്നിട്ടും മറ്റേ മൂഞ്ചാൻ പോയിട്ടും അല്ല കേട്ടോ. എന്നിട്ട് അവൻ്റെ ഒരു ഉപദേശം അല്ലടാ കഴിവേറികളെ നാണാവൂലേ ഈ നാറിയുടെ പിന്നാലെ പിടിച്ചിട്ട്? എടാ അവനൊരു മുത്താണടാ. ഞാൻ പിന്നെയും പറഞ്ഞ ഒരു പടവലങ്ങടെ എത്ര ഉണ്ട് അവൻ്റെ അണ്ടി നിന്നിട്ട് അതിന് മടക്കി വെച്ചിട്ട് ഈ നടക്കണത്. നിങ്ങളെന്ത് ഇങ്ങനെ? എന്താ നിങ്ങൾക്ക് ബോധം വരിക? ചേ